കാണുമ്പോൾ എന്താ തോന്നിയത്? ഈ സിനിമയിൽ ഒരു പ്രത്യേകതരം 4 ക്യാമറ അറ്റ് എ ടൈം വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുകയാണല്ലോ സാർ. അപ്പോൾ എഡിറ്റ് പാറ്റേണിലും ഇതുവരെ കാണാത്ത കോട്ടൺ ഡ്രാമകളുടെ ഒരു പാറ്റേൺ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് എഡിറ്റിങ്ങിൽ ഏറെക്കുറെയൊക്കെ. എന്തൊക്കെയാണ് പുതിയത് ട്രൈ ചെയ്യാൻ നോക്കിയത് എഡിറ്റർ എന്നുള്ള രീതിയിൽ? പുതിയത് ട്രൈ ചെയ്യാന്നുള്ളതല്ല, ഒരേ സമയം എല്ലാ ഇമോഷൻസും ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ ഫുട്ടേജ് ഇത്തിരി കൂടുതലായിരുന്നു. എത്ര മണിക്കൂറുണ്ടായിരുന്നു റോ ഫുട്ടേജ് ഏകദേശം? അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. 4 ക്യാമറ ഇപ്പം ആസ് എൻ എഡിറ്റർ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല പണിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നന്നായി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഓഡിയൻസിനോട് കണ്ടപ്പോൾ അതിൻ്റെ സന്തോഷം. ലാലേട്ടൻ്റെ ലൈവ് റിയാക്ഷൻസ് ഏറ്റവും ആദ്യം ഒരു മോണിറ്ററിൽ കാണുന്ന ഒരാൾ, അതായത് ഡയറക്ടർ അല്ലാതെ കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അത് എത്രമാത്രം എക്സൈറ്റിംഗ് ആയിരുന്നു? ഏറ്റവും നാച്ചുറലായ അദ്ദേഹം നമുക്ക് തിരിച്ചു കിട്ടുന്നു, അത് കണ്ട ഫീലിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഷൂട്ടിങ്ങിന് ലൊക്കേഷനിൽ തന്നെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ലൈവായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ സിനിമയിലേക്ക് വരാത്ത എന്തെങ്കിലും ഡിലീറ്റഡ് സീൻസ് എന്തെങ്കിലും റിലീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവുമോ? ഇല്ല, അങ്ങനൊന്നുമില്ല. എല്ലാം സ്ക്രിപ്റ്റിൽ തന്നെ എല്ലാം ഭയങ്കരമായിട്ട് ഫിൽട്ടർ ചെയ്ത്, കാരണം സാർ ഇൻ്റർവ്യൂസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര കോർട്ട് റൂം ആയതുകൊണ്ട് അത്രയ്ക്ക് സൂക്ഷിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിലെ പോസ്റ്റ് ക്രെഡിറ്റിലെ 2 സീനുകൾ കാണുമ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആ സീനുകൾ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സീൻ എഡിറ്റ് ചെയ്തപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ ഒരു സീൻ അതായിരുന്നു. സിനിമയുടെ വലിയ വിജയത്തിന് ഭാഗമായതിന് ആശംസകൾ. എല്ലാവരുടെ ആക്ടിങ് ഉഗ്രനായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ ഗണേഷ് കുമാർ എല്ലാവരുടെ ആക്ടിങ് ഒന്നിനൊന്നിനും വെച്ചാണ്. ഇന്നിവർ ടോപ്പ് എന്നല്ല, എല്ലാവരും കൂടെ കൂട്ടിയാണ് ആ ഒരു മൂവി വിജയിച്ചത്. നീര് എന്തായാലും ലാസ്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അത് നേരിന്റെ വിജയം. കയറി പറയാവുന്ന ഒരു രീതിയിലുള്ള ഒരു പടം ഇപ്പോൾ ഒരു ചങ്കൂറ്റം കൊടുക്കാനായിട്ട് അല്ലേ ചേട്ടാ, അടിപൊളിയായിട്ടുണ്ട്. അതുപോലത്തെ ഒരു കഥ. അപ്പോൾ അത് ഹാറ്റ്സ് ഓഫ് ടു ജിത്തു സാർ, അല്ലെങ്കിൽ ലാലേട്ടൻ, എല്ലാവർക്കും, ചേച്ചി, എല്ലാവർക്കും, കഥ എഴുതിയവർക്കും എല്ലാവർക്കും അൺബിലീവബിൾ. അതായത് സിമ്പിളായിട്ട് ഞാൻ ഷൂട്ട് കണ്ടതാണ്. ഞാൻ ലാലേട്ടൻ്റെ ഒപ്പം 30 ദിവസം എല്ലാ ദിവസവും ഷൂട്ടിന് ഉണ്ടായിരുന്ന ആളാണ്. എന്നിട്ടും ഞാൻ ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അത് ഇത്രയും സിമ്പിളായിട്ടുള്ള കഥ എങ്ങനെ പറഞ്ഞു അത് നിങ്ങൾ കണ്ടേ പറ്റൂ. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ഇരുന്ന് കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. ഹാറ്റ്സ് ഓഫ് ടു ആന്റണി ചേട്ടൻ, അതുപോലെ തന്നെ ലാലേട്ടൻ, അതുപോലെ തന്നെ ജിത്തു ആൻഡ് ടീം, എവ്രിബഡി. അമേസിങ് മൂവി. വി ഷുഡ് ഷെയർ ഇറ്റ്. എല്ലാവരും കാണണം, അതാണ് നമ്മുടെ ആവശ്യം അല്ലേ? അതാണോ ജെനുവൻ? ഓക്കെ, ലാലേട്ടൻ കീ ജയ്. പക്ഷേ ഈ സിനിമയിൽ ഞെട്ടിച്ച റോള് അനശ്വര. ഈ സിനിമ കാണുമ്പോൾ പ്രതീക്ഷിക്കും മുമ്പ് ഈ ഒരു റോള് അനശ്വര എങ്ങനെ ചെയ്യും, അനശ്വരയിലായിരിക്കണം കാര്യം പടത്തിൻ്റെ A to Z. അവളെങ്ങനെ ഈ ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്ന വെച്ചാലാണ് ഈ പടത്തിൻ്റെ വെർഡിക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ എടുക്ക അവാർഡ് കൊടുക്കാൻ അനശ്വരക്ക് അതേ പറയാനുള്ളൂ. കാരണം ഓരോ ഷോട്ടുണ്ട്, ഒരു 3 വെട്ടിക്കൽ സീനുകളുണ്ട് അനശ്വര കാണിക്കുന്നത്. അതായത് ജിത്തു പറഞ്ഞ പോലെ 4 ആംഗിളിൽ നിന്ന് 4 ക്യാമറ എടുത്തിട്ട് ഒരു കോർട്ട് റൂം മൊത്തം ഇങ്ങനെ ചെയ്തേക്കുക. അതിൽ ഓരോരുത്തരുടെ ഇമോഷൻസ് എങ്ങനെ ക്യാപ്ചർ ചെയ്യണം അത് പക്ക. അതിൽ അനശ്വരയുടെ ഒരു സീനുണ്ട്, അത് നിങ്ങൾ കാണുവാനില്ല. ഒരു 3 വെട്ടിക്കൽ സീനുണ്ട്. അതൊക്കെ വെറുതെ പക്ക ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾ സൗണ്ട് കേട്ടിട്ട് എങ്ങനെ എടുക്കുന്നു അനശ്വര. അത് കഴിഞ്ഞിട്ട് പിന്നെ സിറ്റിക് സാർ, അങ്ങേർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ റോള്. വെരി പെർഫെക്റ്റ്. അതിൽ ലാലേട്ടനെ കൂടി നിൽക്കുമ്പോൾ എങ്ങനെ ലാലേട്ടനോട് ഇത്തിരി ഒച്ചത്തി സംസാരിച്ചിട്ട് ലാലേട്ടൻ്റെ താഴ്ത്തണം, അത് സിദ്ധിക്കാനേ പറ്റുള്ളൂ. സിനിമയിലത്തെ ഏറ്റവും പെർഫെക്റ്റ് സംഭവം കാസ്റ്റിംഗ് ആണ്. അതേപോലെ ജഡ്ജിയായിട്ട് അഭിനയിച്ച ആൾ, പേര് എനിക്കറിയില്ല, അയാളെ ലെഫ്റ്റ് ഹാൻഡിൽ എഴുതുന്നത് തന്നെ എന്താ ഒരു ഓതന്റിക് കോട്ടെന്നൊക്കെ പറഞ്ഞില്ലേ, പെർഫെക്റ്റ് ആണ്. പടം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് ഇറങ്ങി വരാം, കൈയടിച്ച് വരാം.